തമിഴ്നാട്ടിലും ബംഗാളിലും ഇന്ന് കൊട്ടിക്കലാശം. ബംഗാളിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ അവസാനഘട്ട പ്രചാരണത്തിൽ രണ്ടാമത്തെ എയിംസും BJP വാഗ്ദാനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കൊട്ടിക്കലാശത്തിനിടയിൽ പുതിയ എയിംസ് പ്രഖ്യാപിച്ചത്. 152 നിയോജക മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. TMCയും BJPയും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. BJPയുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുതെന്നാണ് TMC ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. ബംഗാളിൽ അവസാന ഘട്ടത്തിലും വാഗ്ദാനങ്ങൾ വാരി വിതറിക്കൊണ്ട് തന്നെയാണ് BJP പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷാ പ്രചരണത്തിന് വേണ്ടി സുഖനയിലാണ് എത്തിയിരിക്കുന്നത്. സുഖനയിൽ ഈ നോർത്ത് ബംഗാളിലെ വ്യാപകമായിട്ടുള്ള വലിയ പ്രശ്നമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഗൂർഖാലാൻഡ് പ്രത്യേകം വേണം എന്നുള്ളത് തന്നെയായിരുന്നു. ആ തരത്തിലുള്ള ഗൂർഖാലാൻഡ് പോലും അനുവദിക്കാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഈ പാർട്ടി പ്രതിനിധികൾക്ക് അടക്കമുള്ളവർക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പാർട്ടി പ്രവർത്തകരടക്കം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ 3000 രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് എത്തും, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 3000 രൂപ എത്തും എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ രണ്ടാമത്തെ എയിംസ് കൂടി ബംഗാളിന് അനുവദിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ഈ പാർട്ടി പ്രവർത്തകരോട് തന്നെ ചോദിക്കാം, आपका पार्टी का डिमांड क्या है? हमारे गोरखा जनमुक्ति मोर्चा का पार्टी का डिमांड है सेपरेट स्टेट, जीटे हटाना है। BJP आने तो मिलेगा क्योंकि हम लोग को क्यों आश्वासन दिया है, अभी तक इंतजार कर रहे हैं। नया स्टेट के लिए आया है, नया स्टेट चाहिए हम लोग को, क्योंकि अभी तो ममता बनर्जी जो भी कर रहे हैं ना, ममता बनर्जी ने हम लोग को कुछ नहीं कर पाया. മമതാ ബാനർജി ഒരു കാരണവശാലും ഈ പുതിയ സംസ്ഥാനം എന്നുള്ളൊരു കാര്യം അംഗീകരിക്കില്ല. പക്ഷേ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ പുതിയ സംസ്ഥാനം, അതായത് ബംഗാളിൽ തന്നെ വിഭജിച്ചുകൊണ്ടുള്ള പുതിയ സംസ്ഥാനം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ അമിത്ഷായുടെ യോഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്.